റിഫയുടെ കേസിലെ അതിനിർണായകമായ CCTV ഫുട്ടേജാണ് പബ്ലിക് ഐ ഇപ്പോൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് അതിനിർണായകമായ CCTV ഫുട്ടേജ് എന്ന് പറയാനുള്ള കാരണം, റിഫ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപുള്ള CCTV ഫുട്ടേജാണ്. റിഫ മരിക്കുന്നതിന് മണിക്കൂർ മുൻപ് എന്തൊക്കെ സംഭവിച്ചു എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനിർണായകമായ CCTV ഫുട്ടേജ് എന്ന് പറയാനുള്ള കാരണം. ഈ CCTV ഫുട്ടേജ് കാണുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ CCTV ഫുട്ടേജ് അവൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ CCTV ഫുട്ടേജ് ആണ്. അതായത് 10:55 11 മണിയുടെയും ഇടയിലുള്ള CCTV ഫുട്ടേജ് എന്ന് ചുരുക്കം. ഈ സമയം ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം നിങ്ങൾ ഇപ്പോൾ കാണേണ്ടത് ഈ CCTV ഫുട്ടേജ് ആണ്. ഈ CCTV ഫുട്ടേജിൽ റിഫ സന്തോഷവതിയാണ്. ചിലപ്പോൾ ബാഹ്യമായിട്ട് അവൾ സന്തോഷിക്കുന്നുണ്ടാകാം, മനസ്സിനകത്ത് ചിലപ്പോൾ സന്തോഷമുണ്ടായി എന്ന് വരില്ല. പക്ഷേ നമുക്കതൊന്നും പറയാനാവില്ല. പക്ഷെ ഈ ദൃശ്യത്തിൽ വളരെ വ്യക്തമായി നോക്കിക്കഴിഞ്ഞാൽ റിഫ സന്തോഷത്തിലാണ്. റിഫക്ക് അവരുടെ സ്ഥാപനത്തിലെ മുതലാളി, റിഫക്ക് മാത്രമല്ല റിഫയുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക ഒരു ബോണസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ അവരുടെ മന്ത്ലി ടേൺ ഓവറിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ ഒരു മികവ് അവർ പ്രകടിപ്പിച്ചു കാണാം. അതല്ല എങ്കിൽ അന്ന് നല്ലൊരു കച്ചവടം അവിടെ നടന്നു കാണാം. അങ്ങനെയുള്ള പല റിപ്പോർട്ടുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൺഫേം ആക്കാതെ പറയുന്നത്. എന്തായാലും അന്ന് അവർക്കൊരു തുക ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ച തുക നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഒരു സ്ത്രീ റിഫയുടെ കൂടെയുള്ളവർക്ക് പണം നൽകുന്നത്, ഒരു കവറിലാക്കി പണം നൽകുന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റിഫ വളരെ സന്തോഷവതിയായിട്ട് തന്റെ സഹപ്രവർത്തകരോട് സംസാരിക്കുന്നത് ഈ 1 മിനിറ്റ് 58 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വിഷ്വലിൽ, ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഡേ എന്ന് പറയുന്ന റെസ്റ്റോറന്റിലേക്ക് പോയത്. ആ റെസ്റ്റോറന്റിലേക്ക് പോയിട്ടുള്ള ദൃശ്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് അവർ അവിടെ നിന്നെടുത്ത സഹപ്രവർത്തകരോടൊപ്പമുള്ള ഒരു ഫോട്ടോയും, ഈ ദൃശ്യത്തിലും ആ ഫോട്ടോയിലും റിഫ സന്തോഷവതിയാണ്. മനസ്സിനകത്ത് എന്താണ് എന്നറിയില്ല, പക്ഷേ പ്രകടമായി അവൾ ഒരു സന്തോഷവതിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ളതാണ് ഈ ദൃശ്യങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഫോട്ടോയും. അപ്പോൾ ഏകദേശം 11 മണിക്ക് ഈ പറയുന്ന കടയിൽ നിന്ന് റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. ആ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൈം, കൃത്യമായ റൂട്ട് മാപ്പ് പബ്ലിക് കേരള തയ്യാറാക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ CCTV ഫുട്ടേജ് കാണുക, അതിനുശേഷമുള്ള വിഷ്വലും നിങ്ങൾ കാണുക.
നിങ്ങളിപ്പോൾ കണ്ട CCTV ഫുട്ടേജും അതിനോടൊപ്പമുള്ള ദൃശ്യവും അതിനോടൊപ്പമുള്ള ചിത്രവും വളരെ വ്യക്തമായി പറഞ്ഞു തരുന്ന കാര്യം ഈ സമയങ്ങളിൽ റിഫ സന്തോഷവതിയായിരുന്നു എന്നുള്ളതാണ്. 11 മണിക്ക് ശേഷം റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഭക്ഷണം കഴിക്കുമ്പോഴും അത് കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വരെ അവൾ സുരക്ഷിതയായിരുന്നു, അവൾ സന്തോഷവതിയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വേണ്ടത്. അതായത് അവിടെ നിന്ന് നടന്നുപോയി ഫ്ലാറ്റിലെത്തി, ഫ്ലാറ്റിനകത്തേക്ക് കയറി ഈ പറയുന്ന മെഹനാസുമായിട്ടുള്ള സംഭവ വികാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോഴും ഞങ്ങൾ വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ജംഷാദിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. കാരണം ജംഷാദിന്റെ ഭാഗം മാത്രമാണ് ഞങ്ങൾ ഇതുവരെ നിങ്ങളിലേക്ക് എത്തിക്കാത്തത്. പക്ഷെ നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ നാളെ അതിനിർണായകമായ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കും. എന്തുകൊണ്ടാണ് വൈകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയാമെങ്കിൽ പോലും അത് ശരിയാണ്, അതിൽ എത്രത്തോളം വസ്തുതകളുണ്ട്, അത് 100% ശരിയാണോ, അങ്ങനെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് തെറ്റ് പറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സമയമെടുക്കുന്നുള്ളത്. എന്തായാലും നാളെ അതിനിർണായകമായിട്ടുള്ള റിഫയുടെ കേസിലെ മറ്റൊരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക്.